ചെമ്പനീർ പൂ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട്, നീ രേവതിയെ കണ്ട് പഠിക്കണം, രേവതിയാണ് നല്ല മരുമകള്, നിനക്ക് അവളെ കിട്ടിയത് ഭാഗ്യമാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മയ്ക്കാണെങ്കിൽ ആ ഭാഗ്യം ഇല്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ മരുമകൾ എത്രയോ കാലം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ വന്നത്, അതന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ഇനി ഈ പേര് പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് പോകുമെന്ന് പറയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ രവി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇവളെ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ ഇക്കാര്യം എനിക്ക് മനസ്സിലായിട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ്. എനിക്കെൻ്റെ അമ്മായിമ്മേനെ കാണാൻ തോന്നി, അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നാളും എവിടെയായിരുന്നു അപ്പോൾ അമ്മായിമ്മയൊക്കെ? ഇത്രയും നാളില്ലാത്തത് എന്താ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നാളെ ഞാൻ ഗുഹയിലായിരുന്നു, നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറയാണ്. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, മോളെ കാലിങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ കാലിൽ നീര് വരും, നീ പോയിട്ട് ഉള്ളിൽ പോയി കിടന്നേ എന്ന് പറയാണ്. ആ ശരി അച്ഛമ്മ എന്ന് പറഞ്ഞ് രേവതി എണീക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ ഞാൻ പിടിച്ചിട്ട് എണീറ്റാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്രയും രേവതിയെ പിടിച്ച് എണീപ്പിക്കുകയാണ്. ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് താങ്ങി പിടിച്ച് രേവതിയെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. ചന്ദ്ര രേവതിയെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന രവിയെയും അച്ചമ്മയെയുമാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നാലും സച്ചിക്ക് എന്തോ ഡൗട്ടുണ്ട്, ഇത് എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ കാരണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് സച്ചി. എന്നാലും എന്തായിരിക്കും ഇപ്പോൾ അമ്മ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമെന്ന് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അച്ഛൻ്റെ അടുത്ത് കാര്യം ചോദിക്കാം. അച്ഛ എന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്ത് ഓടുന്നുണ്ട്. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നെ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു കാര്യമുണ്ട്, അച്ഛൻ പറ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കും അറിയില്ല എന്താ കാര്യമെന്ന്, എന്നാലും പറ അച്ഛ എന്താ കാര്യം എന്നൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനോ ഒരു സാധ്യതയില്ല. പെട്ടെന്ന് എന്തു പറ്റി? എനിക്ക് പണ്ടുണ്ടല്ലോ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ശരീരത്തിൽ മറ്റാൾ കയറിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം കിട്ടുമെന്ന്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏതോ നല്ലൊരാളുടെ ആൾ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണോ ഇനി അമ്മ ഇങ്ങനെ? എനിക്കറിയില്ല സച്ചി എന്താ കാര്യമെന്ന്. അവളെ സ്വഭാവം അങ്ങനെയാണ്, ഇപ്പം മാറിയതായിരിക്കും, നന്നായി എന്ന് വിചാരിച്ചാൽ പോരെ എന്ന് പറയണം. എന്നാലും അച്ഛ എന്തോ ഉണ്ട്. എന്തോ ആവട്ടെ, നീ ഒന്ന് പോയേടാ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചിയുടെ അച്ഛൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മളെ സച്ചി പറയുന്നുണ്ട്, ഇനി ഞാനിതിപ്പോൾ ആരോടാ ചോദിക്കുക? അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുക, അച്ഛമ്മയ്ക്കാവുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ്. അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛമ്മയ്ക്കാണെങ്കിൽ എല്ലാവരും മനസ്സറിയാനുള്ളൊരു കഴിവുണ്ടല്ലോ, മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ എന്താ മുഖം നോക്കി ലക്ഷണം പറയുന്ന ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല അച്ഛമ്മ, അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്തായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവൾ വന്നില്ലേടാ, ഇത്രയും കാലം കൂടിയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, അതെന്നെ സന്തോഷം. ഇത്രയും കാലം എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇപ്പോഴെങ്കിലും അവളൊന്ന് വന്നോലോ, അതിന് നമുക്ക് സന്തോഷിക്കാമെന്ന് പറയാണ്. അങ്ങനെയല്ല അച്ഛമ്മ, എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് ഇതിൻ്റെ പിന്നിൽ, അതൊക്കെ എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. എന്താടാ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ആരോടാ ചോദിക്കുക എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാർവതിയമ്മ എടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പാർവതിയമ്മയാണെങ്കിൽ വെള്ളം കോരുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാർവതിയമ്മ, ഞാൻ ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറയാം, മോൻ പറ, എന്തിനായിരിക്കും ഇപ്പം അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കുക? പാർവതിയമ്മയ്ക്കാണെങ്കിൽ എല്ലാം അറിയാലോ, അപ്പോൾ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോനെ, അത് പിന്നെ ചന്ദ്രപ്പം എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുക? എനിക്കറിയില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട്, ഇത് പറയാനാണോ ഇത്ര നേരം എടുത്തത്? ഇത് ആദ്യം തന്നെ പറഞ്ഞാൽ പോരെ? ഈശ്വര, ഞാനിനി ഇത് ആരോടാ ചോദിക്കുക? രേവതിയോട് ചോദിക്കാം, അവൾക്ക് കുറച്ച് ബുദ്ധിയുള്ള ഒരു കൂട്ടത്തിലാണല്ലോ, അവൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്തിനാ വന്നത് എന്ന്. അങ്ങനെ രേവതി എന്ന് വിളിച്ച് ഓടുന്നുണ്ട്. രേവതി ആണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ രേവതിയുടെ അടുത്ത് ചെന്ന് ചെവിയിൽ വിളിക്കുന്നുണ്ട് രേവതി എന്ന്. ഇത് കേട്ടിട്ട് ഞെട്ടി എണീക്കുകയാണ് രേവതി. നിങ്ങളിത് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ച് നീറ്റിരിക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയൊക്കെ ആണല്ലോ, എനിക്ക് ബുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അച്ഛൻ പറയാറുണ്ടല്ലോ നിനക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിനക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അമ്മ വന്നതിൽ സന്തോഷിക്കാന്നല്ലാണ്ട് അമ്മ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. നിനക്ക് നല്ല ബുദ്ധിയാണെന്ന് പറഞ്ഞവരെ തല്ലണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്, പിന്നെ ഒന്ന് എൻ്റെ അച്ഛനുമാണ് പറഞ്ഞത് പറയാണ്. അയ്യോ, എൻ്റെ അച്ഛനെ തല്ലാൻ പറ്റില്ല എന്ന് പറയണം.
നിന്നെ എന്തിനു കൊള്ളാം, ഇതൊന്നും അറിയില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് സച്ചി പുറത്ത് പോയി എന്ന് ആലോചിക്കണ്ടേ, ഇനി ഞാനിത് ആരോട് ചോദിക്കാനാ ഭഗവാനെ, എന്തായാലും അറിയണം അമ്മ എന്തിനാ വന്നതെന്നുള്ളത്. ഇനി അച്ചച്ചനോട് ചോദിക്കാം. അങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ചച്ചനാണെങ്കിൽ അമ്മയുടെ സ്വഭാവം എല്ലാം അറിയാലോ, എന്തുകൊണ്ടായിരിക്കും അച്ചച്ച അമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുക എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അച്ചച്ചൻ ചോദിച്ചിട്ട് ഇപ്പം എന്താ കാര്യം, വീട്ടിലുള്ള ഞങ്ങൾക്ക് വരെ അറിയില്ല, പിന്നെ ഇപ്പോൾ ആകാശത്തുള്ള അച്ചച്ചൻ അറിയുമെന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കണ്ടുപിടിക്കുമെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ദുഃഖിച്ച് നിൽക്കുന്നതാണ്. അങ്ങോട്ടേക്ക് രവി കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. എനിക്കിവിടെ പറ്റില്ല രവിയേട്ടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ചാണകം, ഇവിടെ കാറ്റിന് പോലും ഒരുമാതിരി ഗന്ധമാണ്, അതുപോലെ അമ്മയുടെ ആ എണ്ണ, അതൊന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ ഇവിടേക്ക് എന്തിനാ വന്നത്, പൈസക്കല്ലേ വന്നത്, അപ്പം നിനക്കത് കിട്ടണ്ടേ, അപ്പം ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ, നീ അമ്മയെ നല്ല സോപ്പിട്ട് നിൽക്ക്. ഇപ്പോൾ രേവതീനെ പറയുന്നത് കണ്ടില്ലേ, ഇവിടെ ഏറ്റവും നല്ല മരുമകൾ രേവതിയാണ്, ആ പട്ടം നിനക്ക് മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, നീ ഇനി അങ്ങനെ ശ്രമിച്ച് നോക്കുകയെന്ന് പറയാണ്. അതിനിപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. നീ അതൊക്കെ രേവതിയോട് ചോദിക്കേ, രേവതിയാണല്ലോ അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ, അപ്പോൾ രേവതിക്ക് അറിയായിരിക്കും എല്ലാ കാര്യങ്ങളും, രേവതിയോട് ചോദിച്ച് മനസ്സിലാക്കി നീയും അതുപോലെ ആവുക എന്ന് പറയാണ്. പിന്നെ ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ നല്ല മരുമകളാവാൻ പോവല്ലേ, പിന്നെ അതൊന്നും നടക്കില്ല രവിയേട്ടാ, ഞാൻ പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ പിന്നെന്ന് വിളിക്കുന്നുണ്ട് രവി, അപ്പോൾ നിനക്ക് പൈസ വേണ്ടേ, 10 പാവം കൊടുക്കണ്ടേ ശ്രുതിക്ക്, അപ്പോൾ പിന്നെ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സങ്കടത്തോടു കൂടി ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് സച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അമ്മ എവിടെ, അതാ പോണു, അമ്മ മുന്നിൽ കൂടെ പോയി ചന്ദ്ര. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലെ ഇനി അമ്മയ്ക്ക് വല്ല അസുഖമുണ്ടോ, അപ്പോൾ ഈ അസുഖം വരുമ്പോൾ ഇത്ര കാലം ജീവിച്ചിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് സ്വഭാവം മാറി എല്ലാവരും കാണാനൊക്കെ വന്നതാണോ, ഇനി അതെറ്റായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ട് ഈ അമ്മയുടെ മുഖം കണ്ടിട്ട് അമ്മയ്ക്ക് വല്ല അസുഖമുണ്ട് എന്ന്? അവൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് നടന്നു പോകും, അത്രയും ആരോഗ്യമാണ്. പിന്നെ ഇപ്പം എന്തിനായിരിക്കും അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കുക? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പോവാണ്, എന്തിനാവോ എനിക്കറിയില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര രേവതിയുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നതാണ്. എങ്ങനെയുണ്ട് മോളെ, ഇപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറവുണ്ട് അമ്മേ എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്തു വരാമെന്ന് പറയുന്നത്. വേണ്ട മോൾ അവിടെ ഇരുന്നോ എന്ന് പറയാം. മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് ഇവിടുത്തെ നല്ല മരുമകൾക്കുള്ള പട്ടം കിട്ടിയതല്ലേ അച്ഛമ്മയുടെ അടുത്തുനിന്ന്, അതിനു വേണ്ടി മോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചോദിക്കുന്നതും സച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് ഞാനിവിടെ ചെയ്യേണ്ടത് നല്ല മരുമകളാവാൻ വേണ്ടിയിട്ട്, എനിക്കും വേണം അങ്ങനെ ഒരു നല്ല മരുമകൾ പട്ടം കിട്ടണമെന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ഇത് കേട്ട് എന്തൊക്കെയോ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് രേവതി. അപ്പോൾ അത് പിന്നെ അമ്മേ, നല്ല മരുമകൾ പട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, രാവിലെ നേരത്തെ എണീക്കണം, അതുപോലെ മുറ്റം തൂക്കണം, വിളക്ക് വെക്കണം, മുറ്റം തൂക്കണം, പിന്നെ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കണം. ചിലപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും, പുട്ടോ ദോശയോ അതുപോലെ ഇഡ്ഡലിയോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ഇടയ്ക്ക് 2 ഐറ്റം ഉണ്ടാക്കണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളും എടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ ഉച്ചത്തേത്തെ കാര്യങ്ങൾ നോക്കണം. ഉച്ചയ്ക്ക് ചോറ് വേണം, അതുപോലെ കറികളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ പിന്നെ കടയിൽ പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും ചിലവർക്ക് ചപ്പാത്തി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഭൂരി ആയിരിക്കും, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, വിളമ്പി കൊടുക്കുക, പാത്രമൊക്കെ കഴുകി വയ്ക്കുക. പിന്നെ കിടക്കാറാകുമ്പോഴേക്കും ഒരു 10-11 ആവും, അത്രയേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്ര ആകെ വേർത്ത് പോയി കേട്ടോ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറ്റില്ല അമ്മേ, നമ്മുടെ ജോലിയല്ലേ, ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുമെന്ന് രേവതി പറയുന്നുണ്ട്. രേവതിക്കും ചെറുതായിട്ടൊക്കെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രേവതി പറയുന്നുണ്ട്, അത് മാത്രമല്ല നമ്മളെ നാട്ടുമ്പോറല്ലേ, അപ്പോൾ പിന്നെ കോഴി ആട് പശുവൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം, അവരെ കാര്യങ്ങൾ നോക്കണം എന്ന് പറയാണ്. പശു ചാണകം വാരേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒക്കാനിക്കാണ്. അയ്യോ എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്.
എന്താ അമ്മേ, എന്താ നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഭയങ്കര കൂട്ടാണല്ലോ, എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൂട്ടാവാന്ന് ചോദിക്കാൻ. എന്താണ് ഞങ്ങൾക്ക് ഇവിടെ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, എന്തോ ഉണ്ട്, എന്താ രേവതി കാര്യം എന്ന് പറയാണ്. അത് പിന്നെ അമ്മ ഇവിടുത്തെ ജോലി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു എന്ന് പറയാണ്. അമ്മ ജോലി ചെയ്യേ? ഇതും പറഞ്ഞ് ചിരിക്കുന്ന സച്ചിയെയാണ് പിന്നീട് കാണിക്കുന്നത്. അതിനുശേഷം സച്ചി അച്ഛാന്ന് വിളിച്ച് ഉറക്കെ വിളിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ വരികയാണ്. എന്താ സച്ചി, എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നത്. അല്ല അച്ഛാ, അമ്മ ജോലി ചെയ്യാന്ന് പറയാണ്. അപ്പം അത് കേട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. എന്നാലും അമ്മ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണ് അമ്മ ജോലി ചെയ്താൽ അമ്മ ഇനി എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. ഓ, ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് ചോദിച്ചതാണ്. അതിനിപ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ കളിയാക്കുന്നത്? ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചന്ദ്ര പോവാണ്. അങ്ങനെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം.